ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഇന്ന് ഗായ്സ് അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ കേക്ക് വാങ്ങുന്ന കാര്യം. അപ്പോൾ വീട്ടിൽ ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയും ജോലിക്ക് പോയിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ടാണ് ഇപ്പോൾ കേക്ക് വാങ്ങിക്കുന്നത്. അമ്മയുടെ ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് മുറിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളങ്ങനെ മുറിക്കാറൊന്നുമില്ല. അച്ഛനായിട്ടും അങ്ങനെ മുറിച്ച് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേക്ക് മേടിച്ചാൽ അമ്മയ്ക്ക് നല്ല സന്തോഷമാകുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മേടിക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേക്കാണെങ്കിലും അമ്മയുടെ ബർത്ത്ഡേക്കാണെങ്കിലും ഈവൻ ഞങ്ങളുടെ ബർത്ത്ഡേക്കാണെങ്കിൽ പോലും ഇവിടെ വീട്ടിൽ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അമ്മയുടെയൊക്കെ കുഞ്ഞതിൽ ഇനിയിപ്പോൾ അച്ഛനേട്ടോ കേക്ക് മുറിച്ചോന്ന് അറിയത്തില്ല. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിക്കാൻ പോകുന്നത്. വേറെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇതൊന്നും നമുക്കിപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ടൊരു മധുരസമ്മാനമാവാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ രാവിലെ വീട്ടിൽ ചോറും കറിയെല്ലാം വെച്ചിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിലോ ഞങ്ങൾ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അമ്മ ഇടയ്ക്ക് ഇവിടെ കയറിയിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇവിടെ കയറിയിട്ട് ഈ ഫുഡ് വാങ്ങിക്കാറുണ്ട്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സദ്യ കാര്യങ്ങൾ അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ബിരിയാണി കാര്യങ്ങളൊന്നും അമ്മ തിന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളപ്പോൾ ഏതായാലും ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കുറച്ച് ടൈം ആവും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ വേറെ സാധനം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെസ്റ്റോ മാളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ വേറെ കടയൊന്നും നോക്കിയില്ല. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ കേക്കും കാര്യങ്ങളും ഇരിക്കണേ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒന്ന് എ സിയുള്ള സ്ഥലത്ത് കയറി നിൽക്കുകയും ചെയ്യാമല്ലോ. എന്തൊരു ചൂടാണ്. വന്നിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് ഭയങ്കര തലകറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് നോക്കുക. അപ്പോൾ കേക്കിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ കേക്കുകളെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കേക്കാണ്. ആ മൂന്നാമത്തെ റോയിലിരിക്കുന്ന കേക്കാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിന് പേര് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ പോകണമല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത് പേര് എഴുതി തരാം. അപ്പോൾ അവർ പറഞ്ഞു പേര് എഴുതി തരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പേര് എഴുതിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പം അന്നേരമാണ് ഈ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. കുറേ ചിക്കനും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ ഞങ്ങളെ കണ്ടുപോയത്. സോ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് പേര് എഴുതി കിട്ടിയിട്ട്. അപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ ഗായ്സ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സാധനങ്ങൾ കണ്ടിട്ടല്ല കേട്ടോ, നല്ല വെയിലല്ലേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ ആ എ സിയിലായിട്ട് നിൽക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് എ സി പറ്റൂല, അലർജിയും കാര്യങ്ങളുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ എന്താണോ ഈ വെയിലത്ത് അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നി. പക്ഷെ ഞങ്ങൾ സർപ്രൈസൊക്കെ അമ്മ തന്നെ പൊളിച്ചു. അമ്മേനെ അതിൻ്റെ ഇടയിൽ കണ്ടു. പക്ഷെ ഞങ്ങൾ ആ കേക്കിൻ്റെ കവർ മാത്രം ഞങ്ങൾ കാണിച്ചു കൊടുത്തില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ നിന്നു കാണിച്ചു കൊടുക്കാതെ. അപ്പോൾ അതിലൊക്കെ ഫുഡാന്നുള്ള വിചാരത്തിനാണ് ഫുഡ് ഞങ്ങൾ ഹോട്ടലിൽ പോയി വാങ്ങിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഫുഡ് വരുന്നത്. പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, ചക്കപ്പേരി ഉണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്തായാലും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അമ്മയുടെ വിചാരം ഈ കവറിൽ സദ്യ കൊടുന്നതാണെന്നാണ്, ചോറൊക്കെ കൊടുന്നതാണെന്നുള്ള വിചാരം. പക്ഷെ അതിൽ കേക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് അമ്മ കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ പോകുമ്പോഴാണ് റൂമിൽ കണ്ടത്. ഞാനാണെങ്കിൽ അത് പെട്ടെന്നെടുത്ത് വേറെ സ്ഥലത്ത് മാറ്റിക്കാനും മറന്ന്. അങ്ങനെയാണ് അമ്മ അത് പിടിച്ചത്. എന്തായാലും സർപ്രൈസ് ഒന്നല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബർത്ത്ഡേക്ക് ഒരു കേക്കൊക്കെ മുറിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ കുട്ടിയിൽ അമ്മ മുറിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല കേക്ക്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അങ്ങനെ മുറിക്കാൻ പറ്റിയാൽ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.